പറയുന്ന ഈ ഒരു സാധനം നമ്മുടെ കുരുവിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുരുവൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പോകുന്നാട്ടോ പറയണേ. ഒരു ദിവസം കൊണ്ട് വർക്ക് ആകുമ്പോൾ നമുക്ക് നോക്കാം. പിറ്റേ ദിവസം കുറെ കറങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ഞാൻ നോക്കിയിട്ടോ വലിയ പിമ്പിൾസ് ഒക്കെ നല്ല രീതിയിൽ താഴ്ന്നിട്ട് ആക്നെ സ്കാർസ് ഒക്കെ ഇല്ലാതാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സാധനം തേച്ച് പിറ്റേ ദിവസം ആയപ്പോഴേക്കും അവിടെ ഒരു കുരു പോയിട്ട് അതിന്റെ ഒരു പാട് പോലും ഇല്ലാതെ പോയി. വാവ്, എന്താല്ലേ മാജിക്കൽ ഐറ്റം. എനിക്കാണെങ്കിൽ ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ട് പുള്ളിക്കാരിന്റെ പേജിൽ കയറി നോക്കിയപ്പോൾ ഈ ഒരു വീഡിയോ പുള്ളിക്കാരി ഇട്ടേക്കുന്ന മെയ് 14 കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഏപ്രിലെ മെയിലെ ഒക്കെ വീഡിയോയിൽ പുള്ളിക്കാരിന്റെ മുഖത്ത് ആ കുരു ഉണ്ട്. അതേപോലെ തന്നെ ആ കുരു പോയതിന്റെ പാടും കാര്യങ്ങളും കുറെ വീഡിയോസിലായിട്ട് പുള്ളിക്കാരിന്റെ മുഖത്ത് കാണുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ചെറിയ ഡൗട്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് പോയ കുരു പിന്നെ എങ്ങനെയാണ് ആ വീഡിയോയിലൊക്കെ കണ്ടേ എന്നുള്ളത്. ചിലപ്പോൾ ചേച്ചാ എല്ലാ വീഡിയോയും കുരു വന്ന ഒരൊറ്റ ദിവസമായിരിക്കും ചെയ്തത്. വിശ്വസിക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ്, എന്നാലും വിശ്വസിച്ചേക്കാം. അപ്പൊ ആണെങ്കിൽ ഗൈസ്, ഈ ഒരു പ്രൊഡക്റ്റ് ഞാനും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ആ ഒരു കുരു നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ അതേപോലത്തെ ഒരു കുരു വന്നിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഒരു കുരു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് തേച്ചിട്ടാണെങ്കിൽ കൂടിയും പിറ്റേ ദിവസം ഒരു ചെറിയ പാട് പോലും ഇല്ലാതെ അത് പോവണമെങ്കിൽ പുള്ളിക്കാരി ചെയ്തത് എന്തുവാ? പ്ലാസ്റ്റിക് സർജറി മറ്റുമാണോ? ഒരു ചെറിയ പാട്, അതായത് ആ കുരു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അവശിഷ്ടം പോലും ഇല്ലാതെ പോണെങ്കിൽ ഇത് എന്തോന്നാ ഗൈസ്? നിങ്ങൾ ഇങ്ങനെ ഉടായ്പ വീഡിയോസ് ചെയ്യുന്നതിന്റെ കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം മാക്സിമം നിങ്ങൾക്ക് സെയിൽ ഉണ്ടാക്കിയാൽ മാക്സിമം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഒരാൾ നിങ്ങളെ ഫോളോ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റയിൽ തമ്മിൽ അറിയാത്തവരൊന്നും ഫോളോ ചെയ്യത്തില്ല. നിങ്ങൾ അത്രയ്ക്ക് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിലാണ്, നിങ്ങൾ അറിയില്ലെങ്കിൽ കൂടി ഇപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. കൂടെ നിന്ന് നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആക്കുന്നത് ഈ ഫോളോവേഴ്സ് ആണ്. അപ്പൊ അവരെ പറ്റിച്ച് നിങ്ങൾ ഈ പൈസ ഉണ്ടാക്കിക്കൊണ്ടൊന്നും വലിയ മൂല്യമൊന്നും ഉണ്ടാവില്ല. എനിവേ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ചേച്ചീനെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കരിവാരി തേച്ചേനെ ഒന്ന് ട്രോളി വിട്ടതാണ്. അന്നത്തെ വീഡിയോയിൽ ഞാൻ പുള്ളിക്കാരിന്റെ ഐഡി മെൻഷൻ ചെയ്തില്ല. പുള്ളിക്കാരിന്റെ ഐഡി ആതിര ബാലാജി എന്നാണ്. എന്നെ ഓൾറെഡി പുള്ളിക്കാരി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാനാണ്. എന്താ കാര്യം എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പുള്ളിക്കാരിന്റെ പേഴ്സണലായിട്ട് അറിയ പോലുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഉടായ്പ വീഡിയോസ് ചെയ്യുന്നതെന്ന് പുള്ളിക്കാരിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്യും എന്നുള്ളത് പേടിച്ചിട്ടാവാം പുള്ളിക്കാരി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. എന്താണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖത്തിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ 2 കുരുവാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ കുരുവായിരുന്നത്, ലൈക്ക് പിറ്റേ ദിവസം പോകുന്ന ടൈപ്പ് ഓഫ് കുരു. അങ്ങനത്തെ ഒരു കുരുവിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് ആക്നെ സ്പോട്ട് കറക്ടർ എന്നാണ് ഇതിന്റെ പേര്. അതിന് പകരമായിട്ട് ഞാൻ ഇതിന് ഇട്ട് കൊടുത്ത പേരാണ് ആക്നെ സ്പോട്ട് ക്രിയേറ്റർ. കാരണം ചെറിയൊരു 2 കുരു ഇവിടെ വന്നപ്പോൾ ഞാൻ അത് തേച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നല്ല അടിപൊളി പാട്. അതിപ്പോ മാറിയിട്ടുണ്ട്, കുറെ ദിവസമായി. പക്ഷെങ്കിൽ നല്ല കറുത്ത നല്ല പാടായി കിട്ടി എനിക്ക്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മുഖത്ത് ഇത് തേച്ച് കഴിയുമ്പോൾ മുഖം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ തൊലിയൊക്കെ വലിഞ്ഞ് ഒരുമാതിരി നമ്മുടെ പൊള്ളി കഴിഞ്ഞ് കൊമളിച്ചിട്ട് പേപ്പർ പോലെ ആവില്ലേ നമ്മുടെ സ്കിൻ, ആ ഒരു അവസ്ഥ. അത് കാട്ടാൻ പറ്റില്ല, നമുക്ക് തൊടുമ്പോൾ ഫീൽ ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഈ സാധനം തേച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ഞാൻ എന്റെ ഇവിടെ വന്ന ഒരു വലിയ കുരുവിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. 4 ദിവസമാണ് ആ കുരു വന്ന് പോകാൻ എടുത്തത്. ഇത് തേച്ചിട്ടില്ലായിരുന്നെങ്കിലും അതേപോലെ തന്നെയായിരുന്നു ആ കുരു പോവുക. നമുക്കറിയാലോ, ഒരു കുരു വരുമ്പോൾ അത് എത്ര ദിവസം എടുക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖത്ത് വരുന്ന ടൈപ്പ് ഓഫ് കുരുകളാണെങ്കിൽ പോയി കഴിഞ്ഞിട്ടും നല്ലൊരു പാടാക്കിയിട്ടാണ് അത് പോയത്. സോ ഗൈസ്, ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല വേഴ്സ് എക്സ്പീരിയൻസ്. ഇന്നേ വരെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടാറില്ലാത്തുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് കിട്ടുന്നത്. സോ പ്ലീസ് ഡോണ്ട് ബൈ ദിസ്.